ഒരുപാട് നാൾക്ക് ശേഷം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് ഞാനുള്ളത് കേളകം ടൗണിലാണ് കേട്ടോ. ഇതാണ് നമ്മുടെ കേളകം ടൗൺ. ഇവിടെ നിന്നൊക്കെ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മണത്തണ കളിക്കാരന് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നവരും അതുപോലെ ബോയ്സ് ടൗണിൽ നിന്ന് ചുരം ഇറങ്ങി വരുന്നവരെല്ലാം വളരെ അടുത്ത് കാണുന്ന ഒരു മലയാണ്. ആ കാണുന്ന പാലുകാച്ചി മല കേട്ടോ. ശിവനും പാർവതിയും പണ്ട് പാല് കാച്ചി എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഏതാണ് പാലുകാച്ചി മല എന്നൊക്കെ ചരിത്രം പറയുന്നത്. അതുപോലെ തന്നെ കൊട്ടിയൂർ അറിയാലോ, ദശയാഗം നടന്ന ഭൂമിയാണ്. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഈ കൊട്ടിയൂർ. അപ്പം കേളകം കൊട്ടിയൂർ പഞ്ചായത്തും നമ്മുടെ വനംവകുപ്പും കൂടെ ചേർന്ന് കുറച്ച് വർഷമായിട്ടുള്ള ഈ ഒരു ഇക്കോ ടൂറിസം തുടങ്ങിയിട്ട് പാലുകാച്ചി മലയുടെ മുകളിലേക്ക് ഒരു ടൂറിസം തുടങ്ങിയിട്ട് നല്ല ചുഴലിക്കാറ്റ് അടിച്ച് കയറും. നല്ല കാറ്റുണ്ട്, വോയിസ് ക്ലിയർ ആവുമെന്ന് അറിയത്തില്ല. അപ്പം ഇത് തുടങ്ങിയിട്ട് എന്താ പറയുക, അധികം നാളായി ആൾക്കാരിലേക്ക് എത്തിപ്പെട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്കൊക്കെ ഫാമിലി ആയിട്ടൊക്കെ പോയി കാണാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ്. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ കാണാം. നമ്മൾ ഒരു 11-12 മണിയാകുമ്പോഴാണ് കയറുന്നത്. കാരണം വെച്ചാൽ നമുക്ക് 2-3 പേരോട് വരാനുണ്ട്. പോകുന്നവരുണ്ടെങ്കിൽ രാവിലെ പോയി കഴിഞ്ഞാൽ അടിപൊളി വ്യൂ എന്നാണ് ഇത് പോയവരെല്ലാം പറഞ്ഞേക്കുന്നത്. രാവിലെ പോവുക, അല്ലെങ്കിൽ വൈകുന്നേരം പോയി കഴിഞ്ഞാൽ നല്ല വ്യൂ ആയിരിക്കും. അപ്പം ഞാൻ അവിടെ പോയിട്ട് അവിടുത്തെ എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പം നമ്മുടെ നാട്ടുകാരായ എല്ലാവരോടും കൂടെയാണ്. നമ്മുടെ നാട്ടിലൊരു ടൂറിസ്റ്റൊക്കെ വികസിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലും കൂടെ ആയിരിക്കും നല്ല പുരോഗതി ഉണ്ടാവും. അപ്പം ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യും കേട്ടോ. അപ്പം ബാക്കിയെല്ലാം അവിടെ പോയിട്ട് 3 സ്ഥലത്തേക്ക് നമുക്ക് ഇതിൽ പാലുകാച്ചി മലയിലേക്ക് പോകാൻ പറ്റും. കൊട്ടിയൂർ വഴിയും ചുങ്കക്കുന്ന് വഴിയൊക്കെ. നമ്മൾ പോകുന്നത് കേളകത്തു നിന്നാണ് കേട്ടോ. അപ്പോൾ ഇത് കേളകം സ്റ്റാൻഡാണ്. കേളകം സ്റ്റാൻഡിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന വഴി കാണിച്ചു തരാം കേട്ടോ. ഇവിടെ റൈറ്റ് കയറും. ഈ ഒരു കുരിശിൻ്റെ അവിടുന്ന് സ്ട്രെയിറ്റ് കാണുന്ന വഴിയാണ് കേട്ടോ. ഇതിൽ നേരെ നമ്മൾ പാറത്തോട് വഴിയാണ് പോകുന്നത്. അങ്ങനെ പല വഴിക്കൊക്കെ ഇതിൽ പോകാൻ പറ്റും കേട്ടോ. ഇങ്ങോട്ട് വരുന്നവർ ഈ ഒരു കുരിശ് നോക്കിയാൽ മതി. പരുമലത്തിരുമേൽ കുരിശിൻ്റെ അവിടുന്ന് ഈ കാണുന്ന റൂട്ടിൽ പാറത്തോട് വഴിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. വടക്കാത്തോട് കോച്ചിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ടുള്ളത് കേട്ടോ. ഇതിലാണ് ഈ ഉരുള് പൊട്ടിയിട്ടുള്ള സകലമാന വെള്ളമൊക്കെ പോകുന്നത് കേട്ടോ. ഈ താഴെ കാണുന്ന ആനമതിലാണ്. ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ സംഭവം ആനമതിലും ഇത് ഇലക്ട്രിക്കൽ ഫെൻസിങ്ങും കേട്ടോ. നമ്മുടെ നാട്ടിൽ ഫെൻസിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കറണ്ടില്ല, പക്ഷേ 6 മണിക്ക് ശേഷം കറണ്ട് ഉണ്ടാവും കേട്ടോ ഇതിനകത്ത്. അപ്പം ആദ്യമൊക്കെ ഫെൻസിങ് ഇങ്ങനെ ഇതുപോലെ തന്നെ ഇങ്ങനെ ലൈനായിട്ടായിരുന്നു. അപ്പോൾ ഈ ആന എന്ത് ചെയ്യും, മരമൊക്കെ മറിച്ചിട്ട് ഇതിന് മുകളിൽ ഇത് പൊട്ടിച്ച് ഇവർ കയറി വരുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷമാണ് ഇത് ഇങ്ങനെയുള്ള ഫെൻസിങ് ഇടാൻ തുടങ്ങിയത്. അപ്പോൾ ഇത് പൊട്ടിക്കാൻ പറ്റത്തില്ല, ഇതിനകത്തൊക്കെ കറണ്ട് വരും. അപ്പം ആന ഈ പുഴ കയറി വരുമ്പം നനഞ്ഞിട്ട് വരുമ്പം ഇതിൽ നിന്ന് എർത്തടിക്കുന്ന പോലെ കേട്ടോ. ഇത് എവിടെ വേണം നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്ന തരം ഫെൻസിങ് ആണ്. അതായത് ഇതടിച്ച് ആരും മരിക്കില്ല. അത് മൃഗങ്ങളാണെങ്കിലും മനുഷ്യന്മാരാണെങ്കിലും മരിക്കില്ല. ഇതിനകത്ത് ഒരു പൾസിൻ്റെ സെറ്റപ്പ്. അത് കറക്റ്റ് എനിക്ക് പിന്നീടൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം ഇതിൻ്റെ പരിപാടി എങ്ങനെയാണ്. കാരണം വെച്ചാൽ ഇത് ആനയുടെ ശല്യം, എൻ്റെ വീട്ടിലൊക്കെ ആനയൊക്കെ വരുമായിരുന്നു. ആനയുടെ ശല്യം കാരണം അവിടുത്തെ ജനങ്ങൾ സെറ്റാക്കിയ പരിപാടി കേട്ടോ. പൾസ് പോലെയാണ് ഇതിനകത്ത് കറണ്ട് വരുന്നത്. വരും വിടും ആ ഒരു സെറ്റപ്പിലാണ്. പടിക്കും തെറിച്ച് വീഴും ആ ഒരു സെറ്റപ്പിലാണ് ഇത്. എൻ്റെ പ്രവൃത്തി, എൻ്റെ നിർമ്മാണമൊക്കെ അങ്ങനെയാണ്. രാത്രി ഈ സാധനം ഓണാക്കുള്ളൂ. അപ്പോൾ ഇതടിച്ച് മൃഗങ്ങളോ മനുഷ്യനോ മരിക്കാറില്ല. പക്ഷെ അടിച്ച് നമ്മൾ തെറിച്ച് വീണ് പോവും. പക്ഷേ ഇതിങ്ങനെ പിടിച്ചിരുന്ന് കറണ്ടെ പിടിച്ചിരുന്ന് മരിച്ചു പോകുന്ന ഒരു പരിപാടി ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഇത് വെച്ചേക്കുന്ന കേട്ടോ. ഇത് ഇങ്ങനെ അങ്ങനെ ഒരുപാട് കിലോമീറ്റർ ഈ സംഭവം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൂട്ടുകാർ 2-3 പേര് വരാനുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ. അത് ആ ഒരു കാണുന്ന മലയിലൊക്കെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. അവിടെ നിന്ന് വരുന്ന നല്ല ശുദ്ധമായുള്ള കണ്ണീര് പോലത്തെ വെള്ളം കേട്ടോ. ഞാൻ എറണാകുളത്തും തിരുവനന്തപുരത്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഇതുപോലെ പുഴകളുണ്ട്. പക്ഷേ ഇത്ര പ്യുവറായിട്ടുള്ള വെള്ളമൊക്കെ ഞാൻ നമ്മുടെ നാട്ടിൽ മാത്രമേ കാണാറുള്ളൂ കേട്ടോ. കാരണം ടൗൺ ഏരിയ ആയതുകൊണ്ടാണ്. പക്ഷേ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഇവിടുന്ന് തന്നെ മുക്കിയെടുത്ത് കുടിക്കാൻ പറ്റുന്ന ടൈപ്പ് വെള്ളമൊക്കെയാണ് പുഴയിലുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിനി അവന്മാർ വരാൻ വേണ്ടിയുള്ള ഒരു വെയിറ്റിംഗ് പീരീഡാണ് ഇനി. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഓരോ വീഡിയോസും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അരക്കുട്ടി പുട്ട് കഴിച്ചു. ഒരുത്തൻ അരക്കുട്ടി പുട്ട് കഴിച്ച് വന്നിട്ട് കഞ്ഞി കഴിക്കുന്നു കേട്ടോ. 2 പൂരി വെച്ച് വന്നവനാണ്. ഇവിടുന്ന് പോകുന്ന വഴിക്ക് നല്ല കഞ്ഞിയും നല്ല മത്തി വറുത്തതും അടിപൊളിയല്ലേ. എന്നിട്ട് ഇവന്മാർ വരുന്നില്ല കേട്ടോ. ബാക്കിയുള്ളമാരെ വെയിറ്റ് ചെയ്താണ്. ഈ ചിലവ് മൊത്തം അമ്മമാരെ മേടിക്കണം. ഇതിൻ്റെ പൈസ മൊത്തം. കേരളത്തിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ കുറേ വരുമ്പോൾ ഒരു പള്ളി കാണാം കേട്ടോ. ഈ പള്ളി കഴിഞ്ഞിട്ട് ഒരു 100 മീറ്റർ മുന്നോട്ടേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലൊരു റോഡ് പോകുന്നുണ്ട്. അപ്പം ഈ ഒരു പള്ളി നിങ്ങൾ നോക്കി വെച്ചേക്കണം കേട്ടോ. ഇവിടുന്ന് കുറച്ച് മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള വഴി കാണുന്നത്. പിന്നെ വഴി കാണിച്ചു തരാം. വഴി മാത്രമൊന്നുമല്ല കേട്ടോ. ചുങ്കക്കുന്നും കൊട്ടിയൂരിൽ നിന്നെല്ലാം പല സൈഡിലൂടെ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് പോകാൻ പറ്റും. നമുക്ക് ഏറ്റവും എളുപ്പം കേരളത്തിന് ഈ വഴി ആയതുകൊണ്ടാണ് നമ്മൾ ഈ വഴിക്ക് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ എളുപ്പം അതനുസരിച്ച് ചെയ്യുക കേട്ടോ. മാനന്തവാടി കൊട്ടിയൂരിലൊക്കെ വരുന്നവർക്ക് അതിലെ പോകാൻ തന്നെയുള്ള വഴിയുണ്ട്. ഇങ്ങനെ വരുമ്പം ഇവിടെ ഒരു
അജേഷ് എന്ന് പറഞ്ഞ പട്ടാളക്കാരൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു ചെറിയ വെയിറ്റിംഗ് ഷീറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അജീഷിൻ്റെ കേട്ടോ അതാ. അപ്പോൾ ഇവിടെ നിന്ന് റൈറ്റിലേക്ക് പോകുന്ന വഴിയാണ്. ഇത് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് പോകേണ്ട ഒരു ബോർഡ്, ഈ ബോർഡ് നോക്കിയാൽ മതി. ഡക്കാത്തോട് ശാന്തിഗിരി കേട്ടോ, ഈ റോഡ് നോക്കിയാൽ മതി. നമുക്ക് അമ്മാരെ വെയിറ്റ് ചെയ്യണ്ടേ? മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇതുപോലത്തെ ഒരു ടൗൺ വരും കേട്ടോ, 4 കൂടി ജംഗ്ഷൻ വരും. അപ്പോൾ ഇവിടുന്ന് നമുക്ക് നേരെ ഇങ്ങോട്ടേക്കാട്ടോ പോകണ്ട കേട്ടോ. നേരത്തെ ഈ ട്രാൻസ്ഫോമർ കാണാം, ഈ വഴിക്കാണ് പോകേണ്ടത്. അപ്പോൾ ഈ വഴി പല വഴിക്കൊക്കെ വന്ന് ഇവിടെ കയറാൻ പറ്റും കേട്ടോ. ഇതിലെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുങ്കക്കുന്ന് ഏട്ടത്തോട് ഭാഗമാണ് ഇതിങ്ങോട്ട്. ഇത് നമ്മൾ വന്ന വഴിയാണ്. ഇത് നേരെ താഴേക്ക് പോയി കഴിഞ്ഞാൽ അടക്കാത്തോട് ടൗൺ കേട്ടോ. അടക്കാത്തോട് ടൗണിൽ നിന്ന് കയറി വരുന്ന വഴിയാണ് ഈ കാണുന്നത്. അപ്പം ഈ 3 സ്ഥലത്തേക്ക് നമുക്ക് വരാൻ പറ്റും. അപ്പോൾ എന്താ പറയുക, ഈ ഒരു സ്ഥലം നോക്കി വെച്ചേക്കണ്ട, വെണ്ടക്കാംചാർ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് വരുന്നത്. പോകേണ്ട വഴിക്ക് തന്നെ അതായത് ഇവിടെ ട്രാൻസ്ഫോമർ ഉണ്ട് കേട്ടോ. പാലാച്ചിമല പശ്ചിമഘട്ട മലനിരകളിൽ പെട്ടതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മലനിരകളുടെ ഒരു ഏരിയ തന്നെ, ഫുള്ള് മലയാട്ടോ. അത് അങ്ങ് കാണുന്നതൊക്കെ കർണാടകയാണ്, ഈ മുട്ടക്കുന്നൊക്കെ കർണാടകയാണ്. ഇനി താഴേക്കൊന്നും കഴിഞ്ഞാൽ ഇത് താഴേക്ക് കുത്തനെ ഇറക്കും കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ ഒന്നുമില്ല, നേരെ താഴേക്ക് വീടിൽ എന്ത് മാത്രം അതറിയത്തില്ല. പക്ഷേ ഇങ്ങനെ ഭയങ്കര താഴേക്ക് ഭയങ്കര താത്തമാണ്. ഇതാ ഇവിടെ റോഡ് പോകുന്നുണ്ട്, ഇതാ ഇവിടെ ഒരു വീടുണ്ട്, അതുപോലെ തന്നെ ഒരു ടവറുണ്ട്. വീടാണ് ഈ കാണുന്നത്. ആ കാണുന്ന വീടാണ് ഈ കാണുന്നത് അല്ലേ? പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതിനെക്കുറിച്ച് നമ്മൾ ശക്തമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനത് കണ്ടുപിടിക്കാം, അല്ലാതെ നോക്കാം. എങ്ങനെ? മറ്റേ ഡിജിറ്റൽ അല്ലേ? എന്തായാലും ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതൊക്കെ സെറ്റ് മെയിൻ റോഡ്. ഇത് പള്ളിവാതിക്കൽ ഫാം ഹൗസോ? അത് അവിടെ അടയ്ക്കാത്തോടുന്ന് കയറി പോകുന്ന വഴി അപ്പിച്ചത്. അപ്പോൾ അടയ്ക്കാത്തോടുന്ന് കയറി പോകുന്ന വഴിയാട്ടോ നിങ്ങൾ ആ കാണുന്നല്ലോ. രണ്ടുപേരും ശക്തമായിട്ട് ഈ സ്ഥലത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് ഈ സ്ഥലം വാങ്ങുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര ശക്തമായിട്ട് അതങ്ങനെയാണ് ഇതിങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെന്ന് നോക്കാം നമുക്ക്. ഇതെല്ലാം നമ്മൾ ഒരാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നത്, ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അല്ല നേരെ പോയിട്ട് വരായിരുന്നു. ഇനി പുള്ളിയൊക്കെ ഒരുങ്ങി പിടിച്ച് വരുമ്പോൾ ഏകദേശം നട്ടുച്ചയാവും. നട്ടുച്ചയ്ക്കായിരിക്കും നമ്മൾ കയറി പോകുന്നത് കേട്ടോ. നല്ല കുത്തന കയറ്റവും നല്ല ഒന്നാന്തര വെയിലും ആയിരിക്കും കേട്ടോ. എന്തായാലും നമ്മുടെ നമ്പനെ പോലെ ആരുമില്ല എന്ന് പറയുന്നില്ലേ, അതുപോലെ തന്നെ ഈ വഴിയിൽ നമ്മൾ നമ്പനെയും നോക്കി കാത്തിരിക്കുകയാണ്. വനം വകുപ്പ് പ്ലസ് ഇവിടുത്തെ നാട്ടുകാരും കൂടെ ചേർന്നിട്ടാണ് ഇതൊരു സംരക്ഷണ സമിതി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് നാട്ടുകാർക്കും വനം വകുപ്പിനെ പോലെ തന്നെ ഇതിനകത്തൊരു ഉത്തരവാദിത്വം ഉണ്ട്. അപ്പം വന്ന് എന്തെങ്കിലും അലമ്പത്തര കാണിക്കാൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാരുടെ അടുത്ത് കൈവെക്കും കേട്ടോ. അത് എല്ലാ സ്ഥലത്തും അങ്ങനെയാണ്. വനം വകുപ്പ് പ്ലസ് നാട്ടുകാരായിരിക്കും. അവരൊരു സംരക്ഷണ സമിതിയുണ്ട്. പശ്ചിമഘട്ട മലനിരകളായതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, ഒരുപാട് മരങ്ങളും അതുപോലെ മൃഗങ്ങളും കേട്ടോ. ആന, കടുവ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരു സമയത്ത് അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴ സമയത്ത് ആനേൻ്റെ ശല്യം കാരണം അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മളിവിടെ കൂട്ടുകാരന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ റോഡ് സൈഡിൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ. നല്ല ഒരാണ്ട് ഒത്ത തേക്കിൻ്റെ തടി കേട്ടോ. ഒത്ത തടി എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രെയിറ്റ് തടി. ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇതാ ഇങ്ങനെ വരെ ഇവിടം വരെ ആ തടിയുണ്ട് കേട്ടോ. അപ്പം മണ്ണൊക്കെ ഇളക്കിയിട്ടുണ്ട്, റോഡൊന്നും കൂടെ വീതിയാക്കിയിട്ടുണ്ട്. അപ്പം എന്താ പറയുക, മണ്ണൊക്കെ വന്ന് ഇങ്ങനെ കിടക്കുന്നു. ഈ സംഭവം ഇങ്ങനെ ചെറുതായിട്ട് കുത്തി തുടങ്ങിയിട്ടൊക്കെയുണ്ട്. അപ്പം ഇത് നമ്മുടെ വയനാട്ടിലേക്ക് ചുരം കയറുന്ന പോലെ തന്നെ അത്ര ഹെയർ പിൻ വളവ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നല്ല അത്യാവശ്യം നല്ലൊരു കയറ്റം കേട്ടോ. അപ്പം നല്ല അത്യാവശ്യം വലിയുള്ള വണ്ടി കൊണ്ടൊക്കെ വന്ന് കാർ കയറി വരുമെന്ന് തോന്നി. ഇവിടം വരെ നിലവിൽ കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളി കട്ടറൊന്നും ഇല്ലാത്ത ടാറിങ്ങൊക്കെ തന്നെയാണ്. അപ്പം ബൈക്കും കൊണ്ടും കാറും കൊണ്ടൊക്കെ വരാൻ പറ്റും. അപ്പം എത്ര പേരുണ്ടെന്ന് അറിയാത്തതുകൊണ്ടാണ് ഞാൻ കാർ എടുത്ത് ഇറങ്ങാണ്ടിരുന്നത്. ഇപ്പം ഞാൻ തോമസ് കുട്ടിയുടെ സ്കൂട്ടിക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, എന്തായാലും നമ്മൾ കയറുമ്പം നല്ല വെയിലായിരിക്കും കേട്ടോ. ഈ സമയത്ത് കയറുമ്പോൾ എന്തായാലും നല്ല വെയിലായിരിക്കും. എന്നാലും ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീഡിയോസിനൊക്കെ കുറച്ചുകൂടെ ക്വാളിറ്റി ഉണ്ട്. ഒരു ഇരുടല്ലാത്തതുകൊണ്ട് നല്ലൊരു ക്വാളിറ്റി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ജിതിൻ ചേട്ടന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ജിതിൻ ചേട്ടൻ വരുമ്പം ബാക്കിയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ആ ഹെൽമെറ്റ് അങ്ങ് ഒരുക്കി ആ തിരുമോത്ത ആൾക്കാർ കാണട്ടെ. ഇങ്ങനെ കാത്തിരുന്നാണ് ഇങ്ങേർക്ക് വേണ്ടി കാത്തിരുന്നാണ് നമ്മളിതാ നട്ടുച്ച ആയിരിക്കുന്നത് കേട്ടോ. വൈകി നമുക്ക് പോകാം, എടുക്കൊണ്ടിരിക്കും പോവാം. അതാണ് നമ്മുടെ ശാന്തിരി ടൗൺ കേട്ടോ. ശാന്തിരി ടൗണിൽ നിന്ന് നേരെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഇതാ പാലുകാച്ചി മല എന്നുള്ള കേട്ടോ. അപ്പോൾ ഈ ഒരു റോഡിന് നേരെ മുകളിലേക്ക് പോകണം. 1.5 കിലോമീറ്ററാണ് ഇവിടെ ശാന്തിരിയിൽ നിന്ന് പാലുകാച്ചി മലയിലേക്ക്. നേരെ കുത്തനെ മുകളിലേക്ക് കയറാം കേട്ടോ. നമുക്ക് ചെല്ലുമ്പോൾ ഇതുപോലുള്ള വഴികളാട്ടോ, വണ്ടി പോകുന്ന വഴികളൊക്കെ തന്നെയാണ്. നമ്മുടെ വീട്ടിലൊക്കെ പോകുന്ന വഴി വെച്ച് നോക്കുമ്പോൾ സ്വർഗ്ഗമുള്ള പോലത്തെ ഒരു വഴിയാട്ടോ. വലിയ കള്ളിയും കൂട്ടവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ മെയിൻ റോഡല്ല, കാറൊക്കെ പോയിട്ടുള്ള ഒരു പാതയാണ്. അതിലൂടെ നമ്മൾ പോകുന്നത് കേട്ടോ. നല്ല കയറി കയറി പോയിക്കൊണ്ടിരിക്കുന്നത്.
വണ്ടിയെല്ലാം വരും കേട്ടോ. എന്താ കാണുന്ന ബൊലോന പോലെ അത്രയും ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടി കൊണ്ട് ധൈര്യമായിട്ട് കയറി വരാം. പിന്നെ എൻ്റെ കാറ് പോലുള്ള വണ്ടികൾ, കുഞ്ഞു കാറുകളൊക്കെ ആണെങ്കിൽ ഈ 2 വീൽ പാഡ് ഉണ്ടോ, 2 വീൽ പാഡ് സെൻറ്ററിലൂടെ ഉള്ളൊരു സ്ഥലമുണ്ട്. ഇവിടെ ചില സ്ഥലത്ത് ഇച്ചിരി ഹൈറ്റ് ഉണ്ട്. അതൊന്ന് നോക്കി എടുക്കുവാണെങ്കിൽ ചെറിയ കാറ് കൊണ്ട് കയറി വരാൻ പറ്റുന്ന ദൂരമേ ഉള്ളൂ. പിന്നെ എന്താ പറയുക, ഓരോരുത്തർ ഡ്രൈവിംഗ് സ്കില്ല് പോലെ ഇരിക്കും. അത്യാവശ്യം റോഡൊക്കെ ഈ ഒരു പരുവത്തിലേക്കാണ്, ഞാൻ വീഡിയോസിൽ കാണിച്ചു തരാം, ആ ഒരു പരുവത്തിലേക്കാണ്. പക്ഷേ ആളൊക്കെ അങ്ങനെ ഒരു സ്ഥലം വരുമ്പോൾ ഒന്ന് ആൾക്കാരെ ഇറക്കി നടത്തി അല്ലാത്ത രീതിയിൽ നൈസായിട്ട് കയറ്റിക്കൊണ്ട് വരാമെന്നൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് കേട്ടോ. ഇവിടെ അത്യാവശ്യം നമ്മുടെ ക്ലോക്ക് റൂം, ഒരു അതുപോലെ എന്താ പറയുക ബാത്റൂം എല്ലാം ഉണ്ട്. അപ്പോൾ എന്താ പറയുക, ഇവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഒരു ടിക്കറ്റിന് 50 രൂപ, ഒരാൾക്ക് എൻട്രി വരുന്ന 50 രൂപ കേട്ടോ. ആ ഫോറസ്റ്റ് സ്ഥലത്തുള്ള പോലെ തന്നെ അവരുടേതായ കുറച്ച് നിയമാവലികളുണ്ട്. അപ്പം ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ട് കേട്ടോ. അപ്പം ടിക്കറ്റ് എടുത്തോളാം. ടിക്കറ്റ് കൗണ്ടർ, അതായത് ഇവിടെ വന്നപ്പോൾ ആരും ഇല്ലെങ്കിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ വിളിച്ചാൽ തന്നെ അവർ ടിക്കറ്റ് കാര്യങ്ങൾ നമുക്ക് തരും കേട്ടോ. നമ്മൾ 6 ടിക്കറ്റാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ എല്ലാ സ്ഥലത്തും പോയി റേഞ്ച് ഉണ്ടാവാറൊന്നുമില്ല. അപ്പം ഇവിടെ ഗൂഗിൾ പേ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഗൂഗിൾ പേയിലാണ് പൈസ കൊടുത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ പേടിച്ചായിരുന്നു, ഇനി ഗൂഗിൾ പേ എടുത്തില്ല ആകെ പണിയായനെ. പക്ഷേ റേഞ്ച് ഉള്ളത് കൊണ്ട് തന്നെ ഗൂഗിൾ പേ വർക്കായി. അപ്പോൾ ഒരു ടിക്കറ്റിന് 50 രൂപയാണ് വരുന്നത് കേട്ടോ. പാലുകാച്ചി ട്രെക്കിങ് കേട്ടോ, എൻട്രി പാസ്. അപ്പോൾ വണ്ടിയൊക്കെ ഇവിടെ നല്ല നൈസായിട്ടെല്ലാം തണലത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു നാട്ടിൽ ജനിച്ചു വിടുന്ന ആൾക്കാരാട്ടോ. അപ്പോൾ ഇവർക്ക് വഴിയും കാര്യങ്ങളൊക്കെ അറിയാം. അനൂപ് വരുമെന്ന് വിചാരിക്കുന്നു. അനൂപാണ് ഇവരെ നമുക്ക് ഏർപ്പാടാക്കി തന്നെ കേട്ടോ. പിന്നെ അപ്പൂച്ചനുണ്ട്, അപ്പൂച്ചനും അടക്കാത്തോട് ആൾക്കാരാണ് ഇവരൊക്കെ. ഇവിടെ ഒരു പള്ളിയൊക്കെ കാണുന്നുണ്ട്, പള്ളിയും കുരിശൊക്കെ കാണുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ കേട്ടോ. അവിടെ നിന്ന് നേരെ താഴേക്ക് ഇറങ്ങി വരുന്നു. ഈ ഒരു വഴിക്കാണ് നമ്മൾ പാലുകാച്ചി മല കയറാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ അവർ മുന്നിൽ പോകുന്നു. ചുറ്റും നല്ല കാടാണ് കേട്ടോ. അവിടെയൊക്കെ എന്താ പറയുക, ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവരും ഫോറസ്റ്റിലുള്ള പോലെ തന്നെയുള്ള മൃഗങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇത്ര ഗ്യാപ്പ് ഇട്ട് നടക്കുന്നില്ല. വന്നിപ്പം എൻ്റെ കൂടെയുള്ളവന്മാരെല്ലാം ബ്ലോഗർമാരായതുകൊണ്ട് തന്നെ എൻ്റെ സൗണ്ട് അവർക്കും അവരുടെ സൗണ്ട് എനിക്കും ബുദ്ധിമുട്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ഗ്യാപ്പ് ഇട്ട് നടക്കുന്നത്. പക്ഷേ ഈ കാട്ടിലൂടെ പോകുന്ന സമയത്ത് ഇത്ര ഗ്യാപ്പ് ഇട്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്നെ വല്ല കടുവയും കൊണ്ടുപോകും. അതുകൊണ്ട് ഞാൻ ഇനി അവരുടെ കൂടെ നടക്കാൻ പോവാം കേട്ടോ. നമ്മൾ കാട് കയറി തുടങ്ങി കേട്ടോ. കാട് കയറി തുടങ്ങിയത് ഇങ്ങനെ ഇടവഴിയിലൂടെ ഇങ്ങനെ നല്ല കാടിൻ്റെ സൗണ്ട്. ഒന്ന വഴിക്കൊരു മരത്തിൻ്റെ സൈസ് കണ്ടോ. നമ്മളൊരു 4 പേര് വട്ടം കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാലും നമുക്ക് വട്ടം എത്തൂല കേട്ടോ. നല്ല ആ ഒരു സൂര്യൻ്റെ വെളിച്ച ഇലകളിലൂടെ താഴേക്ക് വരുന്നു. നടന്ന് കയറേണ്ട വഴി ഏകദേശം ഇതുപോലെ കേട്ടോ. ഒരുമാതിരി കുത്തനുള്ള കയറ്റമാണ്. അപ്പം കാലിനൊക്കെ എന്തെങ്കിലും വിഷയമുള്ളവർ കയറി വരാണ്ടിരിക്കുക, വയസ്സായതുകൊണ്ട് വരാണ്ടിരിക്കുക. നമ്മുടെ ഒരു ബാഗുണ്ട്, അതിനകത്ത് ഫുഡുണ്ട്, അതുപോലെ വെള്ളമുണ്ട്. ചമക്കാൻ തോമസ് കുട്ടിയുണ്ട്. അപ്പോൾ കയറാൻ വലിയ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇറങ്ങാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും മക്കളെ. പറന്ന് കയറ്. കഴിക്കുന്നമാർ കഞ്ഞി കുടിച്ചു. പക്ഷെ ഞാൻ കഞ്ഞി കുടിച്ചില്ല. പക്ഷെ എനിക്കിപ്പോൾ വിശക്കുന്നുണ്ട്. കഞ്ഞി 2 മത്തി. എനിക്കിപ്പോൾ വിശക്കുന്നുണ്ട് കേട്ടോ. ഉള്ള കാര്യം എനിക്ക് വിശക്കുന്നുണ്ട്. അതല്ല, നമുക്ക് പിന്നെയും കുഴപ്പമില്ല. ഇങ്ങനെ രാവിലെ എത്ര മരം ഉണ്ട് ചേട്ടേ? 150 മരം വെട്ടി പാലുറയിച്ചിട്ട് വരുന്ന വഴിയാ കേട്ടോ. പിന്നെ ഇങ്ങനെ പിന്നെ കുഴപ്പമില്ല. അവിടെ അപ്പച്ചൻ്റെ വണ്ടിക്ക് ടയർ പോലില്ല, നൂലയിൽ ഓടുന്ന വണ്ടി കൊണ്ട് അപ്പച്ചൻ വന്നേക്കാണ്. 2 ദിവസത്തെ പനി ഇതിന്. അധികം ബേക്കോട്ട് നിൽക്കണ്ട. ഒരാളോട് ഇന്ന് ആടുന്ന ആൾക്ക് നല്ല പനിയാട്ടോ. ഇവിടെയൊക്കെ മൊത്തം എൻ്റെ ഞാൻ ശ്വാസം വലിക്കുന്നതിൻ്റെ താഴെ കാര്യം കയറി വരുന്നുണ്ട്. നമ്മളിങ്ങനെ കുന്ന് കയറി ഒരു സൈഡ് കവറായിട്ടോ. ഏകദേശം ലെവലായി. അത്യാവശ്യം സൂര്യനെ കണ്ടിട്ടോ. ഇത്ര ഇരുടായിരുന്നു. ഇവിടെയൊക്കെ ഒരുപാട് തലയില്ലാത്ത പ്രതിമകൾ കേട്ടോ. ആരുടെയൊക്കെയോ എനിക്ക് തോന്നുന്നു നമ്മൾ ചരിത്രമൊക്കെ വെച്ച് നോക്കുമ്പം ടിപ്പുവിൻ്റെ കാലത്ത് നശിപ്പിക്കപ്പെട്ടതായിരിക്കണം. എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. അല്ലെങ്കിൽ ആരൊക്കെയോ ചേർന്ന് തകർത്ത ഒരുപാട് പ്രതിമകൾ കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്കൊക്കെയാണ് കയറി കാണാനുള്ള. ഫുള്ള് കാടായതുകൊണ്ട് തന്നെ കയറി കാണാനുള്ളൊരു ധൈര്യമില്ല. അത് തന്നെ മെയിനായിട്ടുള്ള കാര്യം. ഫുള്ള് തിഴപ്പില്ല കേട്ടോ. അവിടെ അട്ടയുണ്ടോ? വെയിലായതുകൊണ്ട് പിന്നെ അട്ട ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. ഉള്ളിലൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. നമ്മൾ നടന്ന് കുന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ടൊക്കെ വരുന്നവർക്ക് അത്യാവശ്യം നടക്കാനുള്ള സ്റ്റാമിനുള്ളവർ മാത്രം കയറി വരണേ. എന്നാൽ പ്രായമുള്ളവരോട് വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും. പ്രതിമ എവിടെയാണ്? ഈ വഴിക്കൊക്കെ പോയി നോക്കട്ടെ. മരത്തേരും അല്ല പാമ്പും കിടപ്പുണ്ടെങ്കിൽ അത് നമുക്ക് എട്ടിൻ്റെ പണി കിട്ടും കേട്ടോ. പ്രതിമയാണോടാ? ഇതൊന്നുമില്ലടാ. ഇത് പിള്ളേരൊന്നും ചുമ്മാ വട്ടം കൂടി ഇരിക്കുന്ന സ്ഥലങ്ങൾ. ആനപ്പിണ്ടോ? ആനപ്പിണ്ടോ? പട്ടി.
എന്തായിരുന്നു ആനപ്പെണ്ണ് കണ്ടില്ല വേണ്ടത് ആനപ്പെണ്ണ് കേട്ടോ അത് ഇച്ചിരി പഴയതാട്ടോ ദാ പ്രതിമ ഞാൻ ഞെട്ടിപ്പോയി ഞാൻ വല്ല ആന വല്ലതായിരിക്കും ഇത് ആനപ്പെണ്ണ് കേട്ടോ തലയില്ലാത്ത പ്രതിമകൾ ഇവിടെ ഉണ്ട് കേട്ടോ ഗതയൊക്കെ ഉള്ള കയ്യിൽ ഗത ഹനുമാനാണ് ആ ഹനുമാനം കയറി നമ്മൾ മലേൻ്റെ ടോപ്പിലെത്തി കേട്ടോ നിറച്ചും തെരുവപ്പിലിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ചൂട് നട്ടുച്ചൻ്റെ ചൂട് അറിയുന്നില്ല അല്ലടാ അപ്പോൾ വലിയ ചൂടില്ല കേട്ടോ നട്ടുച്ചൻ്റെ ആ ചൂട് അറിയാനില്ല ഇങ്ങനെ ഒരുപാട് തെരുവപ്പിലുണ്ട് മേത്ത് പറഞ്ഞിട്ട് നല്ലപോലെ ചൊറിയുന്നുണ്ട് കേട്ടോ അത് വേറൊരു കാര്യം ഉള്ള കാര്യം പറയുന്നത് മേത്ത് പറഞ്ഞിട്ട് നല്ലപോലെ ചൊറിയുന്നുണ്ടേ അപ്പോൾ ഇച്ചിരി അമ്പോ എൻ്റെ അമ്മോ എന്താടാ വ്യൂ അയ്യോ അയ്യോ എന്ത് പറയുന്നത് എത്ര ഏറെ ടോപ്പെത്തിയോടാ ഏറെ ടോപ്പെത്തിയോ വേറെ ഫോൺ വല്ലതും പോയി കഴിഞ്ഞാൽ താഴെ നോക്കി വന്നിട്ടോ ആ കാണുന്നതാണ് കേളകം എന്ന് തോന്നുന്നു നമുക്ക് സൂം ചെയ്ത് നോക്കാം അറിയ സ്ഥലം ഏതാ ഇത് കൊട്ടിയൂരാണോടാ ഇത് കൊട്ടിയൂരല്ലേ കൊട്ടിയൂര് പുഴയെല്ലാം കറക്റ്റ് കാണാം കേട്ടോ ചെറിയൊരു പേടിയുണ്ട് അത് കൊട്ടിയൂരാ സ്കൂളിന്റെ ആ അത് കൊട്ടിയൂർ പുഴ കറക്റ്റ് കാണുന്നുണ്ട് ഇതെന്താ സംഭവം ആണ് നമ്മളെ ലീഡ് ചെയ്യുന്നത് കേട്ടോ നിങ്ങളെ പരിചയപ്പെടുത്തണ്ടേ മാവോയിസ്റ്റുകളെ പരിചയപ്പെടുത്ത് ഇതിന്റെ പേരെന്താ ഇതിന്റെ പേരെന്താ കീച്ചേരി അവിടെയല്ല ആ ഇവിടെ നമ്മുടെ വണ്ടിയുടെ കിടപ്പുണ്ട് ആ ബൊലേനോടെ കിടപ്പുണ്ട് കേട്ടോ ഇതെന്തോടാ ഇത് മല തന്നെ മല എവിടെ നോക്കിയാലും മല എവിടെ ദേവി എന്തി ആ ഇവിടെ ഒരു ദേവി ഉണ്ട് കേട്ടോ പണ്ട് ഇത് നാട് മൊത്തം അമ്പലമായിരുന്നു തോന്നുന്നു കേട്ടോ അന്ന് അങ്ങനെ പറയാം അമ്പലക്കാടായിരുന്നു രണ്ടുപേരുണ്ട് അയ്യോ ഇതാണ് ശിവനും പാർവതി അല്ലേ ഇത് ശിവന്റെയും പാർവതിന്റെയും തല വെട്ടി എടുത്തേക്കുന്നതാണ് വെട്ടിയെടുത്തെന്ന് പറയുന്നത് വെട്ടിയതാണ് എന്തായാലും ഇതൊക്കെ ഭയങ്കര ഇതിലൊക്കെ ഒരുപാട് ചരിത്രപ്രധാനമായ എന്തൊക്കെയോ കഥകളുണ്ട് നമുക്ക് ആർക്കും അറിയത്തില്ല ഇതിനെപ്പറ്റി ചീഞ്ചാട്ടയ്ക്ക് വല്ല അറിയോ ഇതിനെപ്പറ്റി നമ്മൾ പഠിക്കുന്നില്ല ചരിത്രം പഠിക്കേണ്ടി വരും ഇതിനെപ്പറ്റി അറിയണമെങ്കിൽ ഒരു കല്ലിലുണ്ടാക്കിയത് സംഭവം ഓ മനുഷ്യർ ഇത്ര നേരം കൊണ്ട് കണ്ടുപിടിച്ച് കളഞ്ഞാട്ടോ ഒരു പീസില്ല കല്ലെല്ലാം ഉണ്ടാക്കിയത് പണ്ടത്തെ കലാകാരൻ നിന്ന് ചിന്തിച്ചു നോക്കി സമയത്തിലാണ് തിലന്റെ അലീനല്ല തിലൻ രണ്ടുപേരും കൂടിയാ ഏത് പെരുന്തച്ചൻ ഫൈനലി നമ്മൾ പാലാച്ചി മലൻ്റെ ഏറ്റവും ടോപ്പിലെത്തി കേട്ടോ അതാണ് മൂന്നാമത്തെ മല. ഇനി നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ പോവാണ്. അവന്മാരൊക്കെ താഴെ നിൽപ്പുണ്ട്. ഇങ്ങോട്ടൊക്കെ ഞങ്ങൾ അഗാധമായ ഗർത്തമാണ്, വലിയ ഇതാണ്. ആ കാണുന്നതാണ് കർണാടകയും ശാന്തിരി ഭാഗങ്ങളൊക്കെ. ഇനി ഇങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്കിവിടെ സൂം ചെയ്ത് നോക്കാം കേട്ടോ. ഫോൺ നല്ല വെയിലായതുകൊണ്ട് ഹീറ്റ് ആവുന്നതിന് മുന്നേ തന്നെ ഇതൊക്കെ ഷൂട്ട് ചെയ്ത് വെക്കാം. ഇതൊക്കെ തോന്നുന്നു കേളകമാണെന്നാണ് അത് കാണുന്നത്. കേരളത്തെ ഏതോ മലപ്പുറം മഞ്ഞളാമ്പുറ സ്കൂളാണെന്ന് തോന്നുന്നു കേട്ടോ. നാക്കുളിക്ക് ഒന്ന് ക്ഷമിക്കണം. ഇതെന്ത് ഈ വട്ടത്തിലുള്ള ഇത് നമ്മുടെ കേരളം ടൗണാണ് അല്ലേ? കണിച്ചാറ ടൗണാന്ന് തോന്നുന്നുണ്ട്. എനിക്ക് കണ്ടിട്ട് ജിതിൻ ചേട്ടൻ്റെ ഷോപ്പ് ഇവിടുന്ന് കാണാൻ തോന്നുന്നു. ജിതിൻ ചേട്ടാ കണിച്ചാറ ടൗണാന്ന് തോന്നുന്നു. ഇനി ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ ഇതേതൊക്കെ ടൗൺ ഏതാ പോലും ഇതായിരിക്കും ചിലപ്പം കേളകം. അപ്പം നിങ്ങളൊക്കെ കമൻറ്റ് ചെയ്യും ഇതൊക്കെ ഏതൊക്കെയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്ക് ഇവിടെ നോക്കിയിട്ടൊന്നും മനസ്സിലാവുന്നില്ല. ഒന്നാ നല്ല വെയിലുമാണ്. ഇതേതോ വേറെ സംഭവം. ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊരു പുഴയുണ്ട് കേട്ടോ. ഇതെനിക്ക് മനസ്സിലായി, പുഴയാണ്. അത് മാത്രം എനിക്ക് മനസ്സിലായി, ബാക്കിയൊന്നും എനിക്ക് മനസ്സിലായില്ല. എന്തായാലും സമയമുണ്ട്. പയ്യെ ഇവിടെ ഇരുന്ന് ആലോചിച്ചിട്ട് ഞാൻ കണ്ടുപിടിക്കും ഏതൊക്കെയാണ്. ഒന്ന് കണ്ടുപിടിച്ചു. ആ സൈഡിലുള്ള കൊട്ടിയൂരാണ്, അതെനിക്ക് ഉറപ്പാണ്. അവിടെ ഒരു കൊട്ടിയൂർ, അതിൽ നോക്കിക്കഴിഞ്ഞാൽ കൊട്ടിയൂരാണ്. അത് കേളവാ വയനാട് എവിടെയാ? ഒറ്റപ്ലാവ് എവിടെയാ? ആ ഒറ്റപ്ലാവ് എവിടെയാ? ഇതൊക്കെ ഒറ്റപ്ലാവാന്നാണ് നമ്മുടെ അക്കു പറയുന്നത്. ഇവന്മാർക്ക് ഇവിടെ ഉള്ളമാരെ കൊണ്ട് അറിയാം. ഇത് ശാന്തിഗിരി കർണാടക അങ്ങനെ കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ള അപ്ഡേഷൻ ആ മലയോടെ കയറിയിട്ട് ബാക്കിയുള്ള കാണിച്ചു തരാം. നമ്മൾ താഴേക്ക് പോവാണ്. ഇവരുടെ ഫോട്ടോ എടുത്ത് കൊടുക്കണം പോലും. അപ്പോൾ നല്ല വെയിലായതുകൊണ്ട് തന്നെ ഐഫോൺ അതുകൊണ്ട് കാര്യമൊന്നുമില്ല, സംഭവം ഹീറ്റാവും. അപ്പം ഞാൻ വന്നപ്പം വെള്ളം കൊണ്ട് എല്ലാവരും വെള്ളം കൊണ്ടുവരണം കേട്ടോ. ഞാൻ ആ 1 ലിറ്റർ വെള്ളം കൊണ്ട് വന്നേ. ആ വെള്ളം ഇപ്പോൾ തീർന്നിട്ടുണ്ടാവും തോന്നുന്നു. അപ്പോൾ ഏറ്റവും അയ്യോ
അതെല്ലാം കൊട്ടിയൂർ കേട്ടോ, അതെല്ലാം കൊട്ടിയൂർ ഭാഗം കേട്ടോ. ഇനി ഫോട്ടോ എടുക്കാം, എല്ലാവരും വരുമോ? ഫോട്ടോ എടുക്കാമല്ലോ. മാവോയിസ്റ്റ് 2 മാവോയിസ്റ്റുകളുണ്ട് ഈ നാട്ടിൽ നിന്ന് കിട്ടിയ കേട്ടോ. താരം വേറെ നിങ്ങൾ പിടിച്ചോണ്ട് നമ്മൾ എന്നെ പറയരുത്. ഓ തോമസ് കുട്ടി അറിഞ്ഞം പറഞ്ഞ മുടിയൊക്കെ ഈര് സെറ്റാകുന്നു. ലൈവ് അല്ല വീഡിയോ. ഫോട്ടോ പിന്നെ വേറെ ഒന്നും എടുത്തില്ല, കുഴപ്പമില്ല. വെള്ളം എടുക്കണം. ഇതിപ്പോ ഓരോ വാ വെച്ച് കുടിച്ചോണ്ടോ, ഓരോ ഔൺസ് വെച്ച് കേട്ടോ, ഓരോ ഔൺസ് വെച്ച് കുടിക്കാവുള്ളൂ. ഓരോ അടപ്പ്. കാരണം വെച്ചാൽ വെള്ളത്തിന് അതുപോലെ അല്ല കൊത്താ വെയിൽ. അയ്യോ, നമ്മള് കീച്ചേരി വഴി വെട്ടുന്നു. നമ്മളെ വഴിയുടെ പുറകെ പോകുന്നു കേട്ടോ. ഓ വരുന്നുണ്ടാ, പുറകെ ഉണ്ട് ഞാൻ. എന്റെ പൊന്നടാവേ. എടാ 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 കൊക്കയുണ്ടോ നോക്കണേ. അവിടെ നമ്മളൊരാളുണ്ട്, അവര് എന്ത് കാണുന്നില്ലല്ലോ. കണ്ണാടി വെച്ചോനിക്ക് പറഞ്ഞുവിട്. മുള്ളമ്പന്നിയുടെ കൊമ്പ് കിട്ടി. അയ്യോടെ ഇത് ഇനി പൊറോട്ടയോടെ തിന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോടാ, ഒന്നര ദാഹമായിരിക്കും ഇനി അങ്ങോട്ട്. ഒരു തുള്ളി വെള്ളം നമ്മുടെ കയ്യിലുള്ളതാണ്. ഒരു തുള്ളി ദാഹജലം നീ. നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം ദൈവമായിട്ട് മഴ പെയ്ച്ചാലോ. ഇപ്പം തീരുമാനമായി. എന്റെ കടയിലെ അങ്ങേര് മാവോസിന്റെ ഡ്രസ്സിട്ടാ വന്നേക്കുന്നത്. കയറി 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 വലിച്ചു ചേട്ടാ. എന്നെ കൂടെ അപ്പൊ എന്നെ കൂടെ പിടിച്ചോണേ. തീർന്നു മോനെ, പുറകോട്ട് വല്ലതും പോയാൽ തീർന്നു. നിനക്കൊന്നും പറഞ്ഞു ഒന്നും ആയിട്ടില്ല ചേട്ടാ. അയ്യോ മുള്ളു 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 സമയിലൂടെ ഇപ്പൊ ആ മുള്ളല്ലടാ ഈ മുള്ളു. മുള്ളൊക്കെ തടുത്തു പോകും. ഇതൊരു വഴി തെറ്റിയോടാ, വഴി തെറ്റിയോ? ഇപ്പൊ നമ്മള് കൊട്ടിയെത്തുവോ? എന്റെ അമ്മ വളരെ സൂക്ഷിച്ചു പോകാൻ. ട്രക്കിങ്ങിനൊക്കെ പറ്റിയ ഇതാണ് ട്രക്കിങ്. അല്ല വഴിയുള്ളവരൊക്കെ പോകുന്ന ട്രക്കിങ് ആയിട്ട് കാണാൻ പറ്റുമൊന്നുമില്ല അല്ലേ. നമ്മള് സ്വന്തം വഴി വെട്ടി പോകുന്ന ട്രക്കിങ്. വേറെ ടീമാ ശരി. പാറെത്തിയുള്ളൂ. ഇനി എന്താ എത്ര കിലോമീറ്റർ നടക്കാണ്ട്? കിലോമീറ്റേഴ്സ് നടക്കണം. വളഞ്ഞു പോയി ഞാൻ മുമ്പ് കൈപിടിക്കാൻ വരും. അയ്യോ എടാ ദോസടിയേ, ഒറ്റയ്ക്ക് കയറിപ്പോടെ എന്നോട് കൊണ്ടോടാ. ഓ വെയിലിനൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തെ വെയും. ഇതാ ഊർന്നു വന്ന പാറ. ഊർന്നു വന്നു നിരങ്ങി കയറാം. വലിഞ്ഞു കയറി അവിടെ നിൽക്കടാ. കയറി മാറി ഓടി 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 കയറട്ടെ. തോസടി എന്ത് വന്നാലും അപ്പുറത്തേക്ക് പോരുത്, ഇപ്പുറത്തേക്ക് നിൽക്കാവുള്ളൂ. തോസടി അങ്ങോട്ടേക്ക് ഒരിക്കലും പോരുതേ. അവിടെ മാറി നിൽക്കണം, എന്നാലും നമുക്ക് കയറാൻ പറ്റുള്ളൂ. വെള്ളത്തിൽ പറയലടാ, തൊണ്ട പറഞ്ഞിട്ട് എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെ. അവിടെ നോക്കി വരണം തോസൂട്ടി. നിന്നേക്ക് വീട്ടിൽ കൊണ്ടുപോയില്ല, എനിക്ക് ആ നാട്ടിൽ കയറാൻ പറ്റത്തില്ല. ഞാൻ വിളിച്ചു എന്നെ പിടിക്കില്ല തോസൂട്ടേ. എനിക്ക് എന്നെ പിടിക്കില്ല, തറ ഇറങ്ങാൻ. നമ്മൾ പോയ സ്ഥലം അപ്പുറം. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാനുണ്ടല്ലോ. ഇവിടെ 2ാം മല വരെ വരുന്നതൊക്കെ ഏതൊരാൾക്കും ചിലപ്പോൾ പറ്റിയ കാലിന് ഇച്ചിരി വയ്യാത്തവരാണേലും കയറി വന്നു നോക്ക്. 3ാം മലയിലേക്ക് പോകുന്നത് അയ്യോ സൂക്ഷിച്ച് കണ്ട് മാത്രം. ഈ മുള്ളൊക്കെ നോക്കിയിട്ടുണ്ടോ? ഇതൊക്കെ മുള്ളൊക്കെ ചോര കണ്ടോ? മുള്ളൊക്കെ നോക്കി വരാവുള്ളൂ. അതുപോലെ 1 പേര 2 പേരാണ് ആവശ്യത്തിന് വെള്ളം. 2 ലിറ്റർ വെള്ളമൊന്നും ഒരാൾക്ക് മതിയാവില്ല കേട്ടോ. അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം എടുത്ത ശേഷം മാത്രമേ വരാവുള്ളൂ. സത്യം പറഞ്ഞാൽ തൊണ്ട ഉട്ടിയിട്ടൊന്നും മിണ്ടാൻ പോലും പറ്റാത്ത അവസ്ഥയല്ല. അതുപോലെ എന്നാൽ രാവിലെ 2 പൊറോട്ട കഴിച്ചേ. ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ഫുഡും പൊറോട്ടയും മീൻകറിയായിരുന്നു. ഇവന്മാർ കഞ്ഞി കുടിച്ചായിരുന്നു.
പക്ഷെ ഞാൻ ഇന്നലെ കഞ്ഞിയും കുടിക്കില്ല. ഇതൊക്കെ നല്ല മുള്ളാട്ടോ. അതുകൊണ്ട് വരുന്നവരെല്ലാം വന്ന് കാണാൻ കണ്ടിരിക്കുന്ന സ്ഥലം തന്നെയാണ്. പക്ഷേ വെള്ളം വെള്ളം ഇനി മുറിയാൻ ഇനി സ്ഥലങ്ങളൊന്നും ബാക്കിയില്ല. അപ്പോൾ ജീൻസ് ഇട്ട് കൊണ്ട് ഇച്ചിരി ആശ്വാസം ഉണ്ടായിട്ടുണ്ട്. മുണ്ട് വല്ലതും ആയിരുന്നെങ്കിൽ ഒന്നും പറയണ്ട. ഇപ്പൊ ഒന്നും അറിയില്ല കുളിക്കുമ്പോ. അപ്പം സ്ഥലമൊക്കെ വന്ന് കണ്ടിരിക്കേണ്ട സ്ഥലം തന്നെയാണ്. അതിലൊന്നും ഒരു ഡൗട്ടും ഇല്ല. പക്ഷേ വെള്ളം മസ്റ്റായിട്ട് വെള്ളം. നിങ്ങൾ ഈ 1 ലിറ്റർ 2 ലിറ്റർ കൊണ്ടൊന്നും വന്നിട്ട് പരിപാടി നടക്കില്ല. നല്ല പോലെ വെള്ളം കൊണ്ടുവരണം. അതുപോലെ വെള്ളത്തിനടി ഇപ്പൊ അടി നടക്കണം. എന്നെ പറയില്ല മനുഷ്യൻ. അപ്പൊ എന്റെ ഞാനും വെള്ളം ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ലായിരുന്നു. വെള്ളം വരുമെന്നാ പറയുന്നത്. കുറച്ചും വരാനുണ്ട്. അവൻ വന്നു കഴിഞ്ഞാൽ വെള്ളം കൊണ്ട് വരാൻ. അയ്യോ തിരിച്ചു പോകുന്നതിനേക്കാളും ഭേദം എനിക്ക് താഴേക്ക് ചാടുന്നതാണ്. നോക്കി പോണേ. ഫോർസെറ്റിയാ ഇച്ചിരി തണുപ്പ് വരുന്നുണ്ട് കേട്ടോ. ഫോർസെറ്റിൻ്റെ തോന്നുന്നു. അയ്യോ എൻ്റെ പൊന്നെ, എടാ പട്ടി നീ വലിച്ചു വിട്ട എൻ്റെ മേലത്ത് മുഖത്തൊന്ന് അടിച്ചേ. നമ്മളെല്ലാവരും ആയിട്ടുണ്ട്. പനിയുള്ള നീ ആയി പോകുന്നെന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് അതിശയം. ഫുൾ ടാസ്കാണോ? ടാസ്കാണോ? തിരിച്ചു പോവാ. ശരിക്കും പറയാം ബാക്കി നമ്മുടെ അമ്മമാരെല്ലാം കൊണ്ടുവരണ്ടായിരുന്നു. പക്ഷെ ഒരു കുഴപ്പം ടാസ്ക് എന്ന് വെച്ചാൽ എന്തായിരിക്കും ചേട്ടാ അറിയാമോ? ഒന്നാമത് വെള്ളമില്ല, രണ്ടാമത് ഇരുട്ടായി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ തിരിച്ചു പോകുന്നത്? ഓരോ സാധനം വലിച്ചു വിടുമ്പോൾ പറഞ്ഞിട്ട് പറയും ഇതെല്ലാം എൻ്റെ മുഖത്തെ കൊള്ളുന്നത്. ഇപ്പം ചെറിയൊരു തണുപ്പ് വന്നുകൊണ്ട് ഇപ്പോൾ ആശ്വാസമായി. അപ്പോഴത്തേക്കും വെള്ളം എല്ലാം കൊണ്ടുവരും. വഴി വെച്ചപ്പോൾ എന്നാ ചെയ്യും? ഇവന്മാർ നാട്ടുകാരായതുകൊണ്ട് പിന്നെ നമ്മൾ എങ്ങനെ തിരിച്ചെത്തും? തത്തമ്മയുടെ തൂവൽ. ഇനി മുള്ളമതിയുടെ കമ്പ് കാണിച്ചത് മുള്ളമതിയുടെ കമ്പ് കാണിച്ചേ. ഇതാണ് മുള്ളമന്നിയുടെ മുള്ളട്ടോ. ഇതുകൊണ്ട് കുത്തിയിട്ട് ആൾക്കാരെ ഇതാക്കുന്നത്. ആൾക്കാരെല്ലാം മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അപ്പുറത്ത് നോസൂടി ആവശ്യം വരും. പണ്ടൊക്കെ ആണെങ്കിൽ സ്കൂളിൽ കൊണ്ടൊക്കെ ഷൈൻ ചെയ്യായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞ കാര്യം വെള്ളം കൊണ്ടുവരാനുള്ള കേസാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവർ ഒരുപാട് പേര് ഇവരെ ഇഷ്ടംപോലെ സാധനമായിട്ട് ഇവരായിട്ട് നമുക്ക് വെള്ളം തന്നെ ആൾക്കാർ മടുത്ത് ഇവിടുന്ന് തിരിച്ചിറങ്ങിപ്പോൾ നമ്മൾ നോക്കുമായിരുന്നു. എന്തായാലും വെള്ളം തിരിച്ചിറങ്ങും കേട്ടോ. അപ്പം എന്തോ ഭാഗ്യം കൊണ്ട് അവരവിടെ വന്നുകൊണ്ട് വെള്ളം കിട്ടി. തൊണ്ടയ്ക്കൊരു ആശ്വാസമായി. അപ്പം നമ്മൾ നൈസായിട്ട് തിരിച്ചില്ല. അല്ലെങ്കിൽ അയ്യോ തിരിച്ചിറങ്ങുമ്പോൾ നോക്കണം കേട്ടോ. തെന്നൊക്കെ ഉണ്ട്. അവരവിടെ കണ്ടുകൊണ്ട് ദൈവം സഹായിച്ച് എന്തെങ്കിലും ഒരു ആശ്വാസമായി കേട്ടോ. അപ്പോൾ തൊണ്ട അങ്ങ് വരണ്ട് പൊട്ടിയായിരുന്നു. നമ്മളെല്ലാവരും കൂടെ 1 by 1 ആയിട്ട് പതുക്കെ തിരിച്ചിറങ്ങുന്നു. വന്ന് കണ്ടിരിക്കേണ്ട ഒരു അടിപൊളി സ്ഥലം തന്നെയാണ്. ഇപ്പോൾ ഈ നട്ടുച്ചയ്ക്ക് കയറിയതുകൊണ്ട് തന്നെ ഈ ഒരു മഞ്ഞിൻ്റെ ഒന്നും വന്നില്ല. പക്ഷേ രാവിലെയോ വൈകിട്ടോ ഒക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആയിരിക്കും. നല്ല ഒരു വലിയൊരു ചൂടില്ലെങ്കിലും നമ്മളിങ്ങനെ നടന്ന് കയറുന്നതുകൊണ്ടാണ് ഈ ഒരു കിതപ്പും ദാഹവും വന്നത് കേട്ടോ. അവിടെ ചുമ്മാ പോയിരുന്ന് കാണുവാണെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ വൈകിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി ഒരു വ്യൂ ആയിരിക്കും കേട്ടോ. അപ്പം താഴെ പോയിട്ട് കാണാം. രാവിലെ വരാമെന്ന് പറഞ്ഞാണ്. പക്ഷേ ഇപ്പോഴാണ് വെള്ളം കൊണ്ട് ഇപ്പോഴാണ് വരുന്നത്. അവർ വെള്ളം തന്നു, പോരാത്തിന് വെള്ളം കൊണ്ട് ഇപ്പം വന്നിട്ടുണ്ട്. വെള്ളം വന്ന് പെപ്സി കഴിക്കണ്ട കേട്ടോ. കാരണം ആവണം കണ്ടേ. വേറെ ആൾക്കാരുണ്ട്. അവരെ നമുക്ക് വെള്ളം തന്നെ ആദ്യം.
നീ രണ്ടാമത് വന്ന ദേവദൂതനാണ്. ആദ്യം വന്ന ദേവദൂത അവരാ. നീ രണ്ടാമത്തെ ദേവദൂതനാണ്. വണ്ടി നമുക്ക് മേളിൽ കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. ഇതുപോലത്തെ റോഡാണെന്നെങ്കിലും നമുക്ക് സൂക്ഷിച്ചും കണ്ടൊക്കെ ഓടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് മേളിൽ കൊണ്ടുപോകാൻ പറ്റും. അടി നൊടിക്കാണ്ട് പതുക്കെ നൈസായിട്ട് കൊണ്ടുപോകാൻ പറ്റും. എൻ്റെ വീട്ടിലേക്ക് പോകുന്ന കാട്ടിൽ റോഡിനൊക്കെ അടിപൊളി റോഡാണിത്. ഇത് നമ്മൾ നേരത്തെ താഴേക്ക് ഇറങ്ങിയിട്ട് താഴെ ഒരു പുഴയുണ്ട് പോലെ, തോടല്ല ദിവസമായിട്ട് താഴെ ഒരു തോടുണ്ട് പോലെ. അപ്പോൾ തോട്ടിൽ പോയിട്ട് നമുക്കൊരു കുളി അങ്ങ് പാസ്സാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവരെല്ലാം വരാമെന്ന് പറഞ്ഞു. അപ്പോൾ നേരെ നമ്മൾ തോട്ടിലേക്ക് പോകാം കേട്ടോ. പിന്നെ അനൂപാണ് നമുക്ക് എന്താ പറയുക നമ്മുടെ കൂടെ വരാമെന്ന് പറഞ്ഞത്. അപ്പോൾ അനൂപ് ആംബുലൻസിൽ ഓട്ടം പോകുന്ന അനൂപ്. അപ്പോൾ ആംബുലൻസിൽ അന്നേരം ഓട്ടം വന്നുകൊണ്ട് തന്നെ അതിന് എമർജൻസി ആയിട്ട് പോകേണ്ടി വന്നു. അങ്ങനെയാണ് ഇവൻ്റെ കൂട്ടുകാർ നമ്മുടെ കൂടെ വിട്ടത്. അവസാനം അനൂപ് നമുക്കുള്ള വെള്ളമൊക്കെ ആയിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അനൂപ് നമ്മളൊക്കെ കൂടിയിട്ട് നേരെ തോട്ടിൽ പോവാം. ഇനി തോട്ടിൽ പോയിട്ട് നീരാട്ട് കാണാം കേട്ടോ. ഇവർ തോട്ടിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ നമ്മളങ്ങനെ തോട്ടിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാണ് ഇവർ നമ്മൾ പറഞ്ഞ തോട്. ഇതാണ് തോട്. ഇവിടെ എവിടെ കുളിക്കാനതേ, പക്ഷെ ഇവിടെ അടിപൊളി പൈപ്പ് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും കുറച്ച് നമ്മളെല്ലാം കൂടെ വട്ടം കൂടി ഇവിടെ ഇരുന്നിട്ട് നൈസായിട്ട് നമ്മൾ വീട്ടിൽ പോകാം കേട്ടോ.